എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജിദ ഷാജിയെക്കുറിച്ച് തന്നെയാണ്. ഷാജിദ ഷാജിയെക്കുറിച്ച് കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഷാജി തെറി വിളിച്ചതിനെ തുടർന്ന് നമ്മുടെ രമ മാഡം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ രമ മാഡം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ രമ മാഡത്തിന് അത്തരത്തിൽ സംസാരിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ഷാജിദ ഷാജിയെ കുറിച്ചിട്ട് രണ്ടാമത് വീണ്ടും കേസ് ഫയൽ ചെയ്തതിൻ്റെ പിന്നിലുള്ള കാരണം, ഷാജിദ ഷാജി ഒരുപാട് തെറി വിളിക്കുകയുണ്ടായി. യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ ഡൽഹി മലയാളി കൂട്ടായ്മയുടെ ഒരു മെമ്പറാണ്, പ്രസിഡൻ്റാണ് നമ്മുടെ രമ എന്ന് പറയുന്ന മാഡം. 1832 രജിസ്റ്റർ നമ്പറിലാണ് അവരുള്ളത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും അവരെ തെറി വിളിക്കുകയായിരുന്നു ഈ ഷാജിദ വന്നിട്ട്. ഷാജിദയെ സംബന്ധിച്ചിടത്തോളം കമൻറ്റുകളിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോൾ തെറി വിളിക്കുന്നു, അതുപോലെ അവർക്ക് വിരോധമുള്ളവരെ തെറി വിളിക്കുന്നു, ഉമ്മയുടെ ജട്ടി ഡാൻസ് കാണിക്കുന്നു, ഉമ്മയുടെ തുള്ളൽ വീഡിയോ കാണിക്കുന്നു, നാട്ടുകാരനെ മുഴുവൻ തെറി വിളിക്കുന്ന വീഡിയോ എടുത്തിട്ട് അലക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഷാജിദ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഷാജിദ വിചാരിച്ചു വെച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരെ അടുത്തൊക്കെ കാണിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, മറ്റുള്ളവരെ തെറി വിളിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ ഈ പറയുന്ന മാഡത്തെ കൂടി തെറി വിളിക്കാം, എന്നാലും ഒരു പ്രശ്നവും ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെയുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന ഷാജിദ ഷാജിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഷാജിദ വന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നത് പോലെ തന്നെ മാഡത്തെയും തെറി വിളിച്ചത്. അപ്പോൾ മാഡം ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളല്ല. പക്ഷേ മാഡത്തിന് അറിയാവുന്ന കുറച്ച് ആളുകൾ ഷാജിദ മാഡത്തെ വിളിച്ച തെറികളൊക്കെ കേൾപ്പിക്കുകയും, അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും മാഡത്തിന് ശരിക്കും അത് ഒട്ടും ദഹിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെറി വിളിക്കുമ്പോഴൊക്കെ കുട്ടികൾ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ തല്ലിക്കും, എനിക്ക് 5 ആൺകുട്ടികളുണ്ട്, വലുതാകുമ്പോൾ നിൻ്റെയൊക്കെ കരണം അടിച്ച് പൊട്ടിപ്പിക്കും അവനെ കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ മാഡം ആദ്യം ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തതാണ്. പിന്നെ ഈ മുഖത്ത് ഇടുന്ന ആ വെളുത്ത് പാറാം എന്നുള്ള ആ ഒരു ക്രീമിൻ്റെയൊക്കെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാഡം ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാജിദ വീണ്ടും വയലൻ്റ് ആവുകയും മാഡത്തിന് ചുണയുണ്ടെങ്കിൽ ഷാജിയെ അറസ്റ്റ് ചെയ്യിക്കൂ, അല്ലെങ്കിൽ ചുണയുണ്ടെങ്കിൽ ഷാജിയുടെ മരുന്ന് അതായത് മുഖത്തിടുന്ന ആ ഒരു ക്രീം നിർത്തിച്ച് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ മാഡത്തെ തെറി വിളിക്കുകയും, പെണ്ണാണെങ്കിൽ നീ ഒന്ന് കാണിച്ചു താടി, നീ ഒന്ന് പറഞ്ഞ വാക്ക് പാലിച്ച് കാണിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഷാജിദ വിചാരിച്ചത് മറ്റുള്ളവരടുത്ത്, സ്വന്തം കുടുംബത്തുള്ളവരടുത്തും മറ്റു യൂട്യൂബേഴ്സിനടുത്തൊക്കെ കളിക്കുന്നത് പോലെ എന്തും വിളിച്ച് പറയാമെന്നാണ് ഷാജിദ വിചാരിച്ചത്. അവിടെയാണ് ഷാജിദയ്ക്ക് തെറ്റുപറ്റിയത്. അങ്ങനെ മാഡം കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഷാജിദയുടെ പേരിൽ. അത്രയും ചീത്ത വിളിച്ചതിൻ്റെ പേരിലാണ്. പിന്നീട് ഷാജിദ പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചുണയുണ്ടെങ്കിൽ തെറി വിളിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. 11 മണി കഴിഞ്ഞാൽ യൂട്യൂബ് തുറക്കാൻ നിവർത്തിയില്ല. അങ്ങനെ തുറന്നു നോക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ ഇരുന്നിങ്ങനെ ചുമ്മാ തെറി വിളിക്കുന്നതാണ് കേൾക്കുന്നത്. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ അവരുടെയൊക്കെ ചാനലൊന്ന് നിർത്തി കാണിച്ചു താടി, ഞാൻ എത്ര പോലീസുകാരെ കണ്ടിരിക്കുന്നു, ഞാൻ എത്ര വക്കീലന്മാരെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഷാജിദ ഷാജിയുടെ അധിക്ഷേപം. അതൊന്നുമല്ല, അതിനും മീതെയായിരുന്നു ഷാജിദയുടെ തെറിവിളികൾ. ഒരു രക്ഷയില്ല. ഇങ്ങനെ തെറി വിളിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് പോലും ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ആരും തെറി വിളിക്കില്ല. അമ്മാതിരി തെറികളായിരുന്നു ഷാജിദ മാഡത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മാഡത്തിന് ദേഷ്യം വരികയും, മാഡം എന്ന് പറഞ്ഞത് സാധാരണപ്പെട്ട ന്യായമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു ആളാണ് മാഡം. പക്ഷേ മാഡത്തിന് ഇത് ഒട്ടും ദഹിച്ചില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൂടി ഇരുത്തിയിട്ട് ഷാജി പറയുന്ന ഈ തെറിവിളിയാണ് ഏറ്റവും കൂടുതൽ അരോചകമായിട്ട് വന്നത്. അപ്പോൾ മാഡം അതിനുള്ള പണി കൊടുക്കാനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി ഷാജിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഷാജിദ ഒരു കാര്യം
ചെയ്യുക. പറയുമ്പോൾ നമുക്ക് അസൂയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണ് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ഷാജിദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്രീമിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ ക്രീം അങ്ങ് നിർത്തുക. എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്ന ബാക്കിയുള്ള ബിസിനസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ ആയാലും ഡ്രസ്സിൻ്റെ ആയാലും ചെരുപ്പായാലും അതുപോലെ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്ത് അത് ഓൺലൈനായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒപ്പം കൂട്ടായിട്ട് യൂട്യൂബ് ചാനലിലൂടെ ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് നിങ്ങളൊരു ഏറ്റുപറച്ചിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചെയ്തതിൻ്റെ പകുതി തെറ്റിന് അവിടെ മാപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്തായാലും ഈ പറയുന്ന അഡ്വക്കേറ്റ് രമ മാഡം ആയാലും ഇവരൊക്കെ മനസ്സിന് അലിവില്ലാത്ത ആളുകളൊന്നുമല്ല. നമ്മൾ പറയുന്നത് കണക്കിരിക്കും കാര്യങ്ങൾ. നമ്മൾ വലിയ ആളാണ്, ഞാൻ വലിയ സെലിബ്രിറ്റി ആണ്, ഞാൻ വലിയ യൂട്യൂബറാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. ഒരു ക്ഷമ പറച്ചിൽ നടത്തിയെന്ന് പറഞ്ഞ് ആർക്കും ഒന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ ഒരു അറസ്റ്റോ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് ജയിലിലേക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കൂ, ആ 5 കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവും? ആ 5 കുഞ്ഞുങ്ങളെ ആരും ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വല്ല അഗതി മന്ദിരത്തിലോ മറ്റും ബോർഡിങ്ങിലോ ഒക്കെ കൊണ്ടുവന്ന് നിർത്തേണ്ട, സർക്കാരിൻ്റെ ഇതായിട്ടുള്ള സുരക്ഷിത സ്ഥാനങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഒരു ഏറ്റുപറച്ചിലും ഒരു മാപ്പ് പറച്ചിലും കൊണ്ട് ഈ വിഷയം ഒരു വിധം ഒതുക്കി തീർക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഒരു ലൈവ് വന്നിട്ട് ഒരു സോറി പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇനി ഒരിക്കലും തെറി പറയില്ല, ഇതുവരെ സംഭവിച്ചതെല്ലാം പോട്ടെ എന്നൊരു വാക്ക് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രമ മാഡത്തെ തെറി വിളിച്ചതിൻ്റെ പേരിൽ മാഡത്തോടും സോറി പറഞ്ഞാൽ തീരത്തക്ക കാര്യങ്ങളേ ഉള്ളൂ. ഒരു പരിധിവരെ, മുഴുവനായിട്ടും മാറ്റാൻ പറ്റും എന്നല്ല പറയുന്നത്, ഒരു പരിധി വരെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു നെഗറ്റീവ് ആ ഒരു സംഭവം കുറച്ച് ഒന്ന് ഒതുങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും ക്ഷമ പറയുന്നതിലൂടെ അവർ നല്ലതാവത്തേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഞാൻ സോറി പറയുന്നതിന് ഒരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഈ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളല്ലെങ്കിൽ വളരെയധികം വേദനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികൾ അനാഥമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല, പക്വതയില്ലാത്തൊരു കൊച്ചു പെണ്ണുമല്ല, 5 കുട്ടികളുടെ ഉമ്മച്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് 2-3 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങളുണ്ട് എന്നൊക്കെ തോന്നും. അതൊക്കെ വെറുതെയാണ്. ജനങ്ങളൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ തന്നെ കാണുള്ളൂ, നമ്മൾ മാത്രമേ കാണുള്ളൂ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട്. നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനകം തന്നെ അവരുടേതായിട്ടുള്ള തെറ്റുകൾ കൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടുമൊക്കെ കേസിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ അവരൊറ്റയ്ക്കാണ് പോയിട്ടുള്ളത്. ഈ ഫോളോവേഴ്സ് ആരും കൂടെ പോവാറില്ല. അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ശബ്ദം ഉയർത്താൽ പോലും ഈ ഫോളോവേഴ്സിനെ കൊണ്ടാവില്ല. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് വന്ന് കമൻ്റ് ഇടാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് ആരും നമുക്ക് വേണ്ടിയിട്ട് കൊടിയും പിടിച്ച് റോഡിൽ ഇറങ്ങില്ല, ഒരിക്കലും ഇറങ്ങില്ല. അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ അത് വെറും മൂഢ സ്വപ്നത്തിലിരിക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ല. അപ്പോൾ ഷാജിദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതിനെ പറ്റി. ചിലപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുകയായിരിക്കും. എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ വിളിക്കുന്നെങ്കിൽ വിളിച്ചോളൂ. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി നമുക്ക്
ഷാജിദ നമ്മുടെ രമാ മേഡത്തിനെ വിളിക്കുന്ന പൂര പാട്ടുകളുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാഡം ഷാജിദയുടെ പേരിൽ കേസ് കൊടുത്തെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. കാരണം ഇപ്പോൾ ഷാജിദ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോരത്തിളപ്പിൻ്റെ ഒരു അഹങ്കാരമാണ് ഷാജിദ കാണിക്കുന്നത്. ഒറ്റയ്ക്ക് ആരെയും കൂസാതെ 5 വയറുകൾ കഴിക്കാൻ എനിക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ 5 കുഞ്ഞുങ്ങളെയൊക്കെ, അതായത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കുഞ്ഞിനെ തന്നെ പോറ്റുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആണും തുണയൊന്നും ഇല്ലാണ്ട് 5 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, 5 കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാര്യം, വസ്ത്രം, ഭക്ഷണം, അവരെ കറങ്ങാൻ കൊണ്ടു കിടക്കുന്നു. ശരിക്കും ഒരു റിച്ചായ ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഷാജിദ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കറങ്ങാനൊക്കെ കൊണ്ടു കിടക്കുന്നു. അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്ന നിപ്പിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും കുഞ്ഞുങ്ങളെയും കൊണ്ട് കറങ്ങാനും എല്ലാത്തിനും പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരമുണ്ട്. ഞാൻ വിചാരിച്ചാൽ എന്നും നടക്കും, എനിക്കെതിരെ ഒരു പ്രശ്നവും വരില്ല എന്നുള്ള തോന്നലുണ്ടാവും. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ഒരു തിളപ്പ് മാത്രമാണ്. 5 കുട്ടികളുടെ ഉമ്മച്ചിയാണെങ്കിലും വെറും 32 33 വയസ്സ് മാത്രമേ ഉള്ളൂ ഷാജിദയ്ക്ക്. അതിൻ്റേതായിട്ടുള്ള കുറേ പക്വത കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ മാഡത്തിനെ വിളിച്ച പൂരപ്പാട്ടൊന്ന് കണ്ടിട്ട് വരാം. ആ പെണ്ണുങ്ങളുടെ ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി, എനിക്ക് കൊണക്കുണ്ട്. എന്റെ ഏതോ ഒരു വോയിസ് ഇട്ടിരിക്കുകയാണ് അവളുടെ കോടതി ആയിട്ട്, അവളുടെ വക്കീൽ. എടി ഞങ്ങൾ കാണാത്ത കോടതിയില്ല, ഞങ്ങൾ കാണാത്ത വക്കീലില്ല, ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നാ ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ടെ. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ, അല്ലേ നീ 2 ഘട്ട ജന്മമാണ്. എന്താ പെണ്ണുങ്ങളുടെ ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി, എനിക്ക് എന്റെ പടച്ചോൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും വിജയിച്ചിട്ടേ ഇരിക്കും. അത് ഇതുവരെ എനിക്ക് തെളിയിച്ചു തന്നത് എന്റെ പടച്ചോനാണ്. അത് നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലടി. അത് നിന്നെ ഒന്നും പിന്നെ എന്റെ ചാനൽ പൂട്ടിയാലും എനിക്ക് ജീവിക്കാൻ അറിയാടി. എന്റെ ചാനൽ പൂട്ടിച്ചാലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഓക്കെ, തെറി വിളിക്കുന്ന താത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിച്ച് താ നിങ്ങള്. എന്നാ ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിക്കാം. തെറി വിളിക്കണ ഒരുപാട് 11 മണിക്ക് ശേഷം തെറി വിളിക്കണ ഒരുപാട് ലൈവ് ചാനലുകളുണ്ട്. ഒന്നാണ് സ്ക്രോൾ ചെയ്ത് പോയി പറഞ്ഞാലും ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. അവളമാരിനൊക്കെ ഒന്ന് പൂട്ടിച്ചേരാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നാ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണോ? ആ ചാനലുകളൊക്കെ പൂട്ടിച്ചാ എന്റെ ചാനൽ നിങ്ങൾ പൂട്ടിക്കണം. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫസ്റ്റ് അവളമാരിനെ പൂട്ടിക്കണം, എന്നതിന് ശേഷം എന്റെ ചാനൽ പൂട്ടിക്കും. ഓക്കെ, കുറെ കൊണക്കുണ്ട്. എന്റെ ഏതോ ഒരു വോയിസ് ഇട്ടിരിക്കുകയാണ് അവളുടെ കോടതി ആയിട്ട്, അവളുടെ വക്കീൽ. എടി ഞങ്ങൾ കാണാത്ത കോടതിയില്ല, ഞങ്ങൾ കാണാത്ത വക്കീലില്ല, ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. ഓക്കെ, ഞങ്ങൾ കാണാത്ത ആൾക്കാരൊന്നുമില്ല. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നാ ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ടെ. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ, അല്ലേ നീ 2 ഘട്ട ജന്മമാണ്. അല്ലെങ്കിൽ നീ 2 ഘട്ട ജന്മമാണ്. അതിനെനിക്കൊന്നും നിന്നോട് പറയാനല്ല മോളെ. എന്നെ വെച്ച് അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി, അവൾ അതാക്കി, അവൾ ഇതാക്കി, അവളുടെ മക്കളും ഗുണ്ടകളാക്കി, അവളുടെ മക്കളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എടാ, എനിക്കറിയണം എന്റെ മക്കളെ 15 കൊല്ലം പോറ്റാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും എങ്ങനെ ഏത് രീതിയിൽ ആർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കണം, ആർക്കൊക്കെ വേറുള്ളത് ചെയ്യണമെന്ന് എന്റെ മക്കളെ നന്നായി നോക്കുന്ന ആളാണ് ഞാൻ. പിന്നെ നിന്റെ കണ്ണാക്കിൽ കയറി അവന്മാര് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദികളല്ലടാ. അവര് നല്ല ബുദ്ധിയുള്ള മക്കളാടാ. അപ്പൊ അവര് പറയൂടാ, 10 16 വയസ്സായ കുട്ടികളാടാ, പറയും. അവരുടെ ഉമ്മാനെ തെറി വിളിച്ചാൽ അവര് നന്നായിട്ട് തെറി അങ്ങോട്ടും വിളിക്കും. അതൊക്കെ അവർക്ക് അറിയും. എവിടെയാണ് നിൽക്കേണ്ടത്, നിൽക്കേണ്ട അവിടുത്തെ നിൽക്കാൻ എന്റെ മക്കൾക്ക് അറിയും. അത് നിങ്ങൾ എന്റെ കുട്ടികളെ ഗുണ്ടകളാക്കും, എന്റെ കുട്ടികളെ അങ്ങനെ ആക്കും, നിങ്ങൾക്ക് വല്ല നഷ്ടം അതൊക്കെ അവർക്ക് അറിയും. എവിടെയാണ് നിൽക്കേണ്ടത്, നിൽക്കേണ്ട അവിടുത്തെ നിൽക്കാൻ എന്റെ മക്കൾക്ക് അറിയും. അത് നിങ്ങൾ എന്റെ കുട്ടികളെ ഗുണ്ടകളാക്കും, എന്റെ കുട്ടികളെ അങ്ങനെ ആക്കും, നിങ്ങൾക്ക് വല്ല നഷ്ടം. കുറെ ഗുണ്ടകളുണ്ടല്ലോ, പെണ്ണുങ്ങളെ കഷ്ണാക്കി മുറിക്കുന്ന ചങ്ങായിമാരുണ്ട്, കുട്ടികളെ കിണറ്റിലും വേറുള്ളോടും കൊണ്ടിടുന്ന ആൾക്കാരുണ്ട്. എന്താടാ നിങ്ങൾ അവന്മാരുടെ പിന്നാലൊന്നും പോവാത്തത്? എന്തേ പറ്റില്ലേ നിങ്ങൾക്ക്? അവരെ ഒന്നും പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അവരെയൊക്കെ കൊണ്ട് ജയിലിലിടാൻ നിങ്ങൾക്ക് പറ്റില്ലേ? ഞാൻ എന്റെ മക്കളെ വളർത്താൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിന്റെ റീച്ച് കണ്ടിട്ട് നക്കികൾക്ക് ഇത്ര പൊള്ളാൻ. അപ്പോൾ ഷാജിയുടെ തെറിവിളി നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്? എന്ത് അഭിപ്രായം നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം. അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.